ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി തലപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചു. NSS തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യായത്തിന് നമ്മുടെ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ യൂണിയൻ്റെ 70-ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുന്നതിനും ഈ ആഘോഷവേള ആഘോഷങ്ങൾക്ക് മാത്രമല്ല കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു സംഘടനയ്ക്കും സമൂഹത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പല ഘട്ടങ്ങളുണ്ട്. ആദ്യമായി ആ സംഘടനയിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു മനസ്സാണ്. നമുക്ക് ആചാര്യൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ ആ മനസ്സുണ്ട്. പിന്നെ വരുന്നത് സംഘടന രൂപപ്പെട്ടു വരുമ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ചിട്ടയായ പ്രവർത്തനം, ഒരു നിയമാനുസൃതമായ പ്രവർത്തനം നമുക്ക് അത്യാവശ്യമാണ്. ഈ നിയമാനുസൃതമായ പ്രവർത്തനമില്ല എങ്കിൽ മനസ്സുണ്ടായാലും അതിൽ അസ്വാരസ്യങ്ങൾ വരികയും പിന്നീട് ആ സംഘടനാ പ്രവർത്തനം മോശമായി വരികയും ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത്തരത്തിലൊരു കുറവ് നമുക്ക് വരരുത് എന്നുള്ളതിൻ്റെ ആണ് നമ്മുടെ ഈ ഒരു അര ദിവസത്തെ പ്രവർത്തക സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NSS കരയോഗം സൂപ്രണ്ട് B. ഗോപാലകൃഷ്ണൻ നായർ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ സ്വാഗതവും യൂണിയൻ ഭരണസമിതി അംഗം ഹരിനാരായണൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് കുമാരി ടീച്ചർ, NSS പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, NSS ഇൻസ്പെക്ടർ N. രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി കരയോഗം, വനിതാ സമാജം, സ്വയം സഹായ സംഘത്തിലെയും 2500ഓളം ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. You are watching VCV News.